അതെപ്പോഴും ഉള്ളിലുള്ളൊരു ചോദ്യമാണ്. ആര് കരയും? ഒരു തമാശക്കൊരു കഥ പറയും. ഒരിക്കലും ഒരാളിങ്ങനെ തിരക്കിട്ട് ഓടുമ്പോൾ ഇങ്ങനെ ഒരാൾ ചെങ്ങട്ട പോകണം. അപ്പോൾ തന്നെ തഹസിൽദാറിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്. തഹസിൽദാറിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മനെ കാണാൻ വേണ്ടി പോകാം. അപ്പോൾ ആൾ തിരുത്തിട്ട് പറഞ്ഞു തഹസിൽദാറിൻ്റെ അമ്മ അല്ല മരിച്ചത്, തഹസിൽദാരാണ് മരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഇയാൾ തിരിച്ചു നടക്കാം. അതെന്ത്? ഇനി പോയിട്ട് കാര്യമില്ലല്ലോ. അതായത് അമ്മനെ കാണാനല്ല പോണത്, തഹസിൽദാരിനൊന്ന് അറിയിക്കണം നിങ്ങൾ അമ്മ മരിച്ചിട്ട് ഞാനിവിടെ പ്രസന്റ് ആയിരുന്നു എന്ന് അറിയിക്കണം. തഹസിൽദാർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നമ്മൾ മരിക്കുമ്പോൾ ആര് വരും? ഒരു നോട്ടം അവസാനമായിട്ട് എനിക്ക് ആളൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുമോ? അല്ലെങ്കിൽ അവൻ്റെ ഇക്കാക്കുള്ളതാണോ, അവൻ്റെ ഇക്കാക്ക് അറിയണമോ നമ്മൾ വന്നിട്ടില്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ ഓരോ വാപ്പുണ്ട്, അല്ലെങ്കിൽ ഓരോരോ മക്കളുണ്ട്, മക്കളെ മുന്നിൽ മോശമാണ് നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്ന് എത്ര ആൾക്കാർ വരും? എനിക്ക് തോന്നുന്നത് ഒരു 90% ആൾക്കാർ അങ്ങനെ ആയിരിക്കണം വരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് അവസാനമായിട്ട് ഈ മനുഷ്യനൊന്ന് എനിക്ക് കാണണം, ഈ മനുഷ്യനെ എനിക്കൊന്ന് അവസാനമായിട്ട് ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ എന്ന് ഒരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് നമ്മളൊരു വിജയിച്ച അവസ്ഥയിലേക്ക് എടുക്കണമെന്നാണ് വിജയിച്ച അവസ്ഥയിലേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വലിയ ബലം പിടുത്തില്ലാത്ത മനുഷ്യനാണെന്ന് അതിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ബലം പിടിച്ച മനുഷ്യന്മാരൊക്കെ ആൾക്കാർ എവിടെയോ ഒന്ന് ആലോചിക്കും, ഈ മനുഷ്യൻ്റെ അപ്പം വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എപ്പോഴും അയഞ്ഞ മനുഷ്യന്മാർ, ഇങ്ങനെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ പരിഗണിക്കണ മനുഷ്യന്മാർ പോവാന്ന് പറയുന്നത് നമുക്കൊരു നേരെ അവസാനം കാണാതെ വിടാൻ കഴിയില്ല. ഒന്ന് കാണണം, ഒരിക്കൽ കാണണം.